കടന്നു വന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ദിവസം കൂടി ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. അതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി 3 ക്ലാസുകൾ തുടർച്ചയായി എല്ലാ മാസത്തിന്റെയും ആദ്യ തിങ്കളാഴ്ചകളിൽ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഒക്ടോബറില് ഗ്രേസ് ആൻഡിയിൽ കൂടി വിവാഹത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ നവംബറില് വിവാഹം ഇണയും തുണയും എന്ന വിഷയത്തെ ആസ്പദമാക്കി എങ്ങനെ തക്ക തുണയാകാം എന്നുള്ളത് ലില്ലിയിൽ കൂടി നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. പിന്നീട് ഡിസംബറില് ദൈവരാജ്യത്തിൽ കുടുംബത്തിന്റെ പ്രസക്തി എങ്ങനെയാണ് എന്നുള്ള കാര്യം മോളി ചേച്ചിയെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിച്ചു. നമ്മെ ദൈവം ഓർപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിഞ്ഞു എന്നത് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് നാം പഠിക്കുന്നതായ വിഷയം സംതൃപ്തമായ കുടുംബജീവിതം എന്നുള്ളതാണ്. മീര ചേച്ചിയാണ് ആ വിഷയം ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത്. നാം ഏറെ ആഗ്രഹിക്കുകയും പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സംതൃപ്തി എന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ കുടുംബജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ള കാര്യം മീര ചേച്ചി വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മീര ചേച്ചിക്ക് ധാരാളമായ ദൈവകൃപ ലഭിക്കുന്നതിനായിട്ട്, അതുപോലെ ആത്മനിറവിൽ സംസാരിക്കേണ്ടുന്നതിനുമായി നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന മനോഭാവത്തോടെ താഴ്മയോടെ നമുക്കിരിക്കാം. നമ്മള് കുടുംബജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളുടെ പരമ്പരയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് 4ാമത്തെ ക്ലാസ്സാണ് സംതൃപ്തിയുള്ള കുടുംബജീവിതം, അല്ലെ? നമ്മള് ഒരു സന്തുഷ്ട കുടുംബജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം എനിക്ക് വേണം, ഞാൻ ആ രീതിയിൽ ജീവിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ലക്ഷ്യമിട്ടാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്, അല്ലെ? ഹാപ്പി ഫാമിലി ലൈഫ്. സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇന്ന് ഒരു നല്ല ശതമാനം ആളുകളുടെയും കുടുംബജീവിതം അസന്തുഷ്ടിയുടെയും അസമാധാനത്തിന്റെയും കഥകളാണ്, അല്ലെ? നമ്മൾ കേൾക്കുന്നത് മുഴുവൻ. ഈവൻ വിശ്വാസികളുടെ ഇടയിലായാലും നമ്മൾ പല കുടുംബങ്ങളുടെയും കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നിപ്പോകാറുണ്ട്. ഞാൻ ഈ സമയത്ത് ജോർട്ടൻ എഴുതിയ ഒരു കവിത ഞാൻ വായിക്കാം. പാടാൻ അറിയില്ല, ക്ഷമിക്കണം, ഞാൻ വായിക്കാം. 100 സ്വപ്നങ്ങൾ നെയ്തു തീർത്ത് ഒരുമിച്ച് വാഴുന്ന കാലം ഓർത്ത് ഒരു ചിത്രശലഭമായി കുളിരലയാൻ ഒരുമനമായവർ നൃത്തമാടി. അത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുക്കനും പെണ്ണും അവര് പാടുന്ന, അവരുടെ വിവാഹത്തിന് മുമ്പ് പാടിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് വിവാഹ ദിവസം വന്നു. അന്നത്തെ വരികളാണ്: വെള്ളക്കുതിര പുറത്ത് കയറി വെള്ളയുടുത്തയൻ തോഴിയുമായി വെള്ളിമേഘക്കോട്ടയ്ക്കുള്ളിലുള്ള പള്ളിയറയ്ക്കുള്ളിൽ പോകുന്നു ഞാൻ. അത്രയും സ്വപ്നം കണ്ട് ആ രീതിയിലാണ് വിവാഹം കഴിഞ്ഞ് അവർ പോകുന്നത്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീടുള്ള വരികളാണ്: ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നേരം ഒരു കൂട്ടുകാരിയെ തേടി എന്നാൽ ഇന്ന് ഞാൻ ബന്ധിതൻ ദുരിതപൂർണൻ ഒറ്റയ്ക്കിരിക്കുന്നത് എത്ര ഭാഗ്യം. ഇതല്ലേ ഇന്നത്തെ പല കുടുംബങ്ങളുടെയും അവസ്ഥ. എന്നാൽ ഒരു സന്തുഷ്ട കുടുംബജീവിതം എങ്ങനെ കൈവരിക്കാം? നമ്മൾ പല പ്രമാണങ്ങൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ പല ക്ലാസ്സുകളിൽ കൂടെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതില് ഏറ്റവും അനിവാര്യമായ, ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രമാണം, ഒരു ഘടകമാണ് സംതൃപ്തി എന്നുള്ളത്. സംതൃപ്തിയുള്ളവർക്ക് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കാനാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സംതൃപ്തി എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംതൃപ്തി എന്നുള്ളത് അറിയണ്ടേ? അപ്പൊ എന്താണ് ഈ സംതൃപ്തി? കണ്ടന്റ്മെന്റ്, അല്ലെ? നമുക്ക് പുതിയ നിയമത്തില്, ബൈബിളിലെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം അലംഭാവം എന്നുള്ള സംതൃപ്തിക്ക് പറയുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാകുമ്പോഴുള്ള തൃപ്തിയാണോ സംതൃപ്തി എന്ന് പറയുന്നത്? അല്ല. നമുക്ക് ഉള്ളതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് സംതൃപ്തി എന്നുള്ളത്. അത് നമുക്ക് വെറുതെ ഉള്ളിലുള്ളത്, നമുക്ക് എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും ഒക്കെ അത്
ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ആസ്വദിക്കുന്ന, അതായത് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും എൻ്റെ ജീവിതത്തിനായി ദൈവം ഒരു പദ്ധതി ഉണ്ട്, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് അറിയുകയും അത് ജീവിക്കുവാനുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുകയും ലോകത്തിലെ പ്രശ്നങ്ങളെക്കാൾ ദൈവിക സമാധാനമാണ് വലുതെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴുള്ള തൃപ്തി. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് നാം ഉള്ളതിൽ സന്തോഷിക്കുമ്പോഴുള്ള തൃപ്തി, അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. സംതൃപ്തി എന്ന് പറയുമ്പോൾ അതൊരു മാനസിക അവസ്ഥയാണ്, ഒരു വികാരമാണ്. അത് നമുക്ക് തന്നെ ഉണ്ടാവുന്നതല്ല, നാം അത് വളർത്തിയെടുക്കേണ്ട ഒന്നാണ് സംതൃപ്തി എന്നുള്ളത്. നമുക്ക് ഫിലിപ്പിയർ 4:11 നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമാണ്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെ? പൗലോസ് പറയുന്ന കാര്യമാണ്. പൗലോസ് പറയുന്നത് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും സമൃദ്ധിയിലിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതുന്ന ലേഖനമാണ്. അപ്പൊ പൗലോസ് അവിടെ ഇരിക്കുമ്പോഴും പൗലോസ് പറയുന്നത്, പൗലോസ് അത്രയും ബുദ്ധിമുട്ടി, അത്രയും വിശന്നു, താഴ്ചയിലിരുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പൗലോസ് പറയുന്നത് ആ അവസ്ഥയിലും ഞാൻ അലംഭാവത്തോടു കൂടി ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ പൗലോസ് പറഞ്ഞത് എനിക്ക് അറിയാമെന്നല്ല പറഞ്ഞ, പൗലോസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് പൗലോസ് പഠിച്ചെടുത്ത കാര്യമായി ഈ കാരാഗ്രഹ ജീവിതവും തൻ്റെ അതിനു മുമ്പുള്ള ജീവിതവും എല്ലാം മുഖാന്തരം പൗലോസ് പഠിച്ചെടുത്ത കാര്യമാണ് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ. അതുപോലെ ഈ ബാക്കി ശേഷം പറയുന്നതും തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞാണ്. അപ്പൊ അതായത് നമ്മൾ പഠിക്കണം, നമ്മൾ ശീലിക്കണം, അല്ലെ? നമ്മള് ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ കുറേശ്ശെ ചെയ്ത് പണ്ടേ ചെയ്ത് ശീലിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാം നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കണം, ശീലിപ്പിക്കണം, അല്ലെ? ഈ സമൃദ്ധിയിൽ ഇരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും അവർക്കും നല്ലൊരു കുടുംബജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവരെയും ശീലിപ്പിക്കണം. ഇപ്പൊ കുഞ്ഞുങ്ങളെ കഞ്ഞി കുടിക്കാനും പായൽ കിടക്കാനും തോൽവി അറിയാനും കഷ്ടപ്പെടാനും എല്ലാം നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ വിചാരിക്കും നമുക്ക് ഇപ്പൊ പൈസയുണ്ട്, മക്കൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുണ്ട്, എന്നും ചിക്കനും ബാക്കി നല്ല ഭക്ഷണങ്ങളും ഒക്കെ വാങ്ങി കൊടുക്കാനുള്ള കഴിവുണ്ട്, പിന്നെ എന്തിനാ മക്കള് ഇതെല്ലാം കഷ്ടപ്പെടണേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മൾ ഇപ്പോഴേ അവരെ ശീലിപ്പിച്ചെടുക്കണം എന്നാണ് പൗലോസിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പൗലോസ് അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ടാണ് പൗലോസിന് അന്ന് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളും ശീലിക്കണം, നമ്മളുടെ മക്കളെയും ശീലിക്കണം. പക്ഷെ അങ്ങനെ ശീലിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് പൗലോസ് ആ 11-ാം വാക്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞ് 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഇതെല്ലാം സാധിച്ചത്, ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതായത് പൗലോസിന് ഇതെല്ലാം സാധിച്ചത് പൗലോസിനെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ്. ആ ദൈവം തന്നെയല്ലേ നമ്മുടെയും ദൈവം. ആ ദൈവമാണ് നമ്മുടെയും ദൈവം, നമ്മുടെ മക്കളുടെയും ദൈവം ആ ദൈവം തന്നെയാണ്. അപ്പൊ നമുക്കത് ശീലിപ്പിക്കാൻ വിഷമമില്ല, നമ്മൾ ശീലിച്ച് എടുക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം, നമുക്കത് പഠിക്കണമെന്നും നമ്മൾ ശീലിച്ചിരിക്കണമെന്നും. പിന്നെ 1 തിമോത്തി 6:6 നമുക്ക് കാണാം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു എന്ന് പറയുന്നത്, അല്ലെ? അലംഭാവത്തോടു കൂടി, അത് ഞാൻ നേരത്തെ പറഞ്ഞ അലംഭാവം എന്നുള്ളതാണ് സംതൃപ്തി എന്നാണ്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു എന്നാണ്, വലിയ ലാഭമാകുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തിയോടു കൂടി ജീവിതം നയിച്ച് വലിയ ആദായം നേടിയ ഒരു സഹോദരിയെ നമുക്ക് നോക്കാം. 2 രാജാക്കന്മാർ 4:8 ശൂനേംകാരത്തി സ്ത്രീയെ നമുക്ക് കാണാം, അല്ലെ? അവൾ വലിയ ധനികയായിരുന്നു, അവർ വൃദ്ധരായിരുന്നു. എല്ലാ കുടുംബങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതം തുടങ്ങിയാൽ ഒരു സന്തതി വേണമെന്നുള്ളത്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് കുഞ്ഞില്ലാത്തത് ഒരു നിന്ദയായിരുന്ന കാലമായിരുന്നു. ഇവരെത്ര ധനികയായിരുന്നാലും അവർക്ക് ഒരു കുഞ്ഞില്ലായിരുന്നു. പക്ഷെ അത് അവരുടെ സംതൃപ്തിയെ ബാധിച്ചില്ല. അവര് സന്തോഷത്തോടു കൂടെ ദൈവിക പരിപാടിയിൽ ഏർപ്പെട്ട് ദൈവപുരുഷൻ അതിലെ പോയപ്പോൾ ദൈവപുരുഷനെ സ്വീകരിച്ച് എലീശയെ സ്വീകരിച്ച് അവർക്ക് വേണ്ട അതിഥി സൽക്കാരം ചെയ്ത് അവര് ദൈവിക വേലയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ വിഷമിച്ച് അവിടെ ഇരിക്കാം,
അല്ലെങ്കിൽ ഇത് ഒന്നും കണക്കാക്കാതെ നിരാശപ്പെട്ടിരിക്കാം. പക്ഷെ അതൊന്നും അവരുടെ ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബാധിച്ചില്ല. അവരെന്ത് ചെയ്തു? ആ സ്ത്രീ, ശൂനേംകാരത്തി സ്ത്രീ, എലീശ ദൈവപുരുഷൻ അതിലെ പോകുന്നു എന്ന് പറഞ്ഞപ്പോ വിളിച്ചു, ഭക്ഷണം നൽകി. അത് കഴിഞ്ഞ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊരു റൂം പണിതുണ്ടാക്കാം, അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ തക്കോണം അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം. അതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ ദൈവവേലയിൽ മുഴുകി ജീവിച്ച് അതിൽ സംതൃപ്തി കണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ശൂനേംകാരത്തി. പക്ഷെ അത് കഴിഞ്ഞപ്പോ അങ്ങനെ ചെയ്തതിന് അവൾക്ക് അത് ആദായമായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ എലീശയ്ക്ക് തോന്നി, ഇത്രയും നമുക്ക് വേണ്ടി ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആ മകൾക്ക് ഒരു നല്ല കാര്യം, ഒരു ഉപകാരം ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് ഗേഹസിയോട് പറഞ്ഞു, അവൾക്ക് എന്താണ് പ്രതിഫലം വേണ്ടത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ദൈവപുരുഷനാണെന്നുള്ള അവൾക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടി ചോദിക്കാം അല്ലെ, കിട്ടിയ ഒരു അവസരമാണ്, ഒന്ന് ചോദിക്കാം എന്ന്. പക്ഷെ അവള് അത് ചോദിച്ചില്ല. അവളുടെ മറുപടിയാണ് നമുക്ക് എല്ലാവർക്കും മാതൃകയായിരിക്കുന്നത്. അവൾ മറുപടി പറഞ്ഞത് എന്തായിരുന്നു? 13-ാം വാക്യത്തില് നമുക്ക് കാണാം. അവളോട് അത് ചോദിച്ചപ്പോ അവൾ ഒരു ചെറിയൊരു സെന്റൻസേ പറഞ്ഞുള്ളൂ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഞാൻ തൃപ്തയാണ്, എനിക്ക് ഒന്നിനും കുറവില്ല, ഞാൻ എൻ്റെ ജനത്തിന്റെ കൂടെ ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു, എനിക്ക് യാതൊരു കുറവുമില്ല. ഒരു ആവശ്യം അവൾ പറഞ്ഞില്ല. ഞാൻ തൃപ്തയാണ്, സംതൃപ്തയാണ് എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. പക്ഷെ അതില് അവസാനിച്ചോ ആ കഥ? ഇല്ല. അവൾ ആ സംതൃപ്തിയായിട്ട് അത് പറഞ്ഞു. അത് അവളുടെ ആ സംതൃപ്തി അവൾക്ക് വലിയ ആദായമായി. എന്താ ചെയ്തത്? ദൈവം അവൾക്ക് ഉത്തരം നൽകി, അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. അതാണ് അലംഭാവത്തിന്റെ ആദായം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തിയുടെ ആദായം. അപ്പൊ അവര് സംതൃപ്തിയോടുകൂടെ കുടുംബജീവിതം നയിച്ചു. പക്ഷെ ആ സംതൃപ്തി അവർക്ക് വലിയ ആദായമായി തീർന്നു. അവര് ചോദിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ വേറൊരു സഹോദരിയാണ് രൂത്ത്. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാം, എലീമലേക്കും നവോമിയും അല്ലെ, അവര് യഹൂദയിലെ ബത്ലഹേമിൽ നിന്ന്, അവിടെ വലിയ ക്ഷാമം വന്നു, അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി. അവര് അവിടെ നിന്ന് മോവാബില് ഭക്ഷണം ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ അവര് മോവാബിലേക്ക് പോയി അല്ലെ. 2 പുത്രന്മാരെയും കൂട്ടി മോവാബിലേക്ക് പോയി. അവിടെ ചെന്ന് പുത്രന്മാര് അവിടെ ചെന്ന് എലീമലേക്ക് മരിച്ചുപോയി. അത് കഴിഞ്ഞ് പുത്രന്മാർക്ക് അവർ മോവാബ്യരായിട്ടുള്ള 2 സ്ത്രീകളെ വിവാഹം കഴിച്ചു, ഓർപ്പ, രൂത്ത്. നമുക്ക് അറിയാം ആ രൂത്തിന്റെ 1:16 നമുക്ക് കാണാം. അപ്പൊ അവിടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പുത്രന്മാരും മരിച്ചുപോയി. അപ്പൊ നവോമി നോക്കിയപ്പോ, എനിക്ക് ആരുമില്ല, ഭർത്താവും മരിച്ചു, പുത്രന്മാരും മരിച്ചു, ഈ 2 മരുമക്കളേ ഉള്ളൂ, ഞാൻ ഇവിടെ നിന്ന് ഇനി എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോ അവിടുത്തെ പ്രശ്നം തീർന്നു, യഹൂദ ദേശത്തിലെ പ്രശ്നം തീർന്നു, അവിടെ ഭക്ഷണം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ നവോമി അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു. അപ്പൊ നവോമി വിചാരിച്ചു, ഈ രൂത്തും ഓർപ്പയും അവരുടെ കൂടെ പോവാൻ വേണ്ടി ആലോചിച്ചു. പക്ഷെ നവോമി ആലോചിച്ചപ്പോ ഇവർക്ക് അവിടെ ചെന്നിട്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും, അവർക്ക് ഒന്നുമില്ല, നവോമിയും എല്ലാം ഇട്ടു പോന്നതാണ്. അപ്പൊ ഇവരുടെ കൂടെ അവിടെ പോയിട്ട് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ നിങ്ങളുടെ ഇവിടെ താമസിച്ച്, നിങ്ങൾ വേറെ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ താമസിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ രൂത്ത് സമ്മതിച്ചില്ല. രൂത്ത് 1:16 പറഞ്ഞ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രൂത്ത് നവോമിയോട് പറഞ്ഞത്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അവൾ സംതൃപ്തയായിരുന്നു. അവൾ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിലേക്ക് വന്നു. അവളുടെ അമ്മാവിയമ്മയാണ് നവോമി. അവൾ ആ ബന്ധവും കാത്തു സൂക്ഷിച്ചു. അവൾ വിചാരിച്ചു ആ ബന്ധത്തിൽ അവർക്ക് ഒരുമിച്ച് അവിടെ നിൽക്കുന്ന അവൾ തൃപ്തയായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ പോരാൻ, ആ കുടുംബമാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി അവൾ നവോമിയുടെ കൂടെ പോവാൻ തീരുമാനിച്ചു. ദൈവം അതും മാനിച്ചു അല്ലെ. അവൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടോ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം കിട്ടും, ഒന്നും അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവളുടെ ആ സംതൃപ്തി അവൾക്ക് ആദായമായി തീർന്നു. അവൾക്ക് നല്ലൊരു കുടുംബം അവിടെ ചെന്നിട്ട് ലഭിച്ചു. നമ്മുടെ യേശുക്രിസ്തുവിന്റെ വംശാവലിയില് അവൾക്ക് പേര് കിട്ടാൻ തക്കവണ്ണം കാരണമായി. ഇതാണ് സംതൃപ്തിയോടുകൂടിയ സംതൃപ്തിയുടെ ആദായം എന്ന് പറയുന്നത്. അപ്പൊ സംതൃപ്തിയോടുകൂടിയ ഒരു കുടുംബ ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ആദായമാണ്
സന്തുഷ്ട കുടുംബജീവിതം. നമ്മൾ സന്തുഷ്ട കുടുംബജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് സംതൃപ്തിയോടുകൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആദായമാണ്. അത് ദൈവത്തിന്റെ ദാനമാണ് അങ്ങനെ കിട്ടുന്നത്. എന്നാൽ നമ്മുടെ കവിതയിൽ കണ്ടതുപോലെ, നമ്മുടെ കവിതയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കണ്ടതുപോലെ നാം ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഇനി വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന സഹോദരിമാരും എല്ലാവരും ഇതുപോലെ സ്വപ്നങ്ങൾ നെയ്തവരും നെയ്യുന്നവരാണല്ലോ അല്ലെ. നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കുടുംബജീവിതം ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെയുള്ള ഭാര്യയായിരിക്കും, എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെ വളർത്തും. ആ രീതിയിൽ നമ്മൾ എന്തെല്ലാം ഭാവനകളും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിവാഹം കഴിച്ച് പലരും അതുപോലെ തന്നെ പലരുടെ മനസ്സില് പല തകർന്ന കുടുംബജീവിതങ്ങൾ അല്ലെങ്കിൽ വേറെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല മക്കൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളവരെ അറിയാം. ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഇതുപോലെ മക്കളെ വളർത്തും, ഞാൻ ഇതുപോലെയുള്ള കുടുംബജീവിതം കാണിച്ചു കൊടുക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുള്ളവര് പിന്നീട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിൽ കണ്ടതുപോലെ ദിവസങ്ങൾ കഴിയുമ്പോൾ കുടുംബജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. പക്ഷെ പ്രശ്നങ്ങൾ വരുന്നത് ഒരു അസ്വാഭാവികമല്ല. എല്ലാ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ദിവസങ്ങൾ കഴിയും, ജീവിതം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ സ്വപ്നങ്ങളൊന്നായിരിക്കില്ല ഭരിക്കുക. പക്ഷെ പ്രശ്നങ്ങൾ വരും. പക്ഷെ അപ്പോഴാണ് ഈ സംതൃപ്തിയുള്ള കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം, പ്രസക്തി വരുന്നത്. നമ്മളുടെ ഭർത്താവ് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും, ചിലപ്പോൾ എപ്പോഴും മൊബൈലും കുത്തിയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ എപ്പോഴും യാത്രയായിരിക്കും, ഭർത്താവിന് എപ്പോഴും ജോലിയായിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല. അതുപോലെ മക്കളെ കുറിച്ചാണെങ്കിലും, മക്കള് വളർത്തുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ മക്കളെ നമുക്ക് കിട്ടുന്നില്ല, വളർന്നു വരുമ്പോൾ അവർ റിബല്ലായി തീരുന്നു. അതുപോലെ നമ്മൾ ഇൻലോസിന്റെ ബന്ധത്തില് നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് കാണും, ഞാൻ എൻ്റെ അമ്മായിമ്മയോടെ ഏറ്റവും സ്നേഹത്തിൽ നിൽക്കും, ഞാൻ അവരെ ആയിട്ട് നല്ല ബന്ധത്തിലായിരിക്കും. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവര് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, കുറ്റപ്പെടുത്തുന്നു. അതുപോലെ നമ്മളുടെ സാഹചര്യങ്ങൾ മാറിപ്പോകുന്നു. ചിലപ്പോ അസുഖങ്ങൾ വരുന്നു ആർക്കെങ്കിലും, അപ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വരുന്നു, കടബാധ്യത വരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് പ്രാധാന്യം. എന്തിനു പറയണു, നാം നമ്മെ തന്നെ വിചാരിച്ചതുപോലെയല്ല പിന്നീട് സംഭവിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ വിചാരിച്ചിരിക്കുന്നത് എന്താ, എനിക്ക് അത്യാവശ്യം ക്ഷമയുണ്ട്, ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഞാൻ അതിനെ നല്ല രീതിയിൽ തരണം ചെയ്യും, അങ്ങനെ നല്ല രീതിയിൽ സൗമ്യമായി സംസാരിക്കും. ഇതെല്ലാം നമ്മളെ കുറിച്ച് വിചാരിച്ച് അങ്ങനെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ക്ഷമ, നമ്മളുടെ കോപം, നമ്മളുടെ സൗമ്യത, നമ്മളുടെ ടെൻഷൻ ഇതെല്ലാം പുറത്തു വരുന്നത്. അപ്പൊ ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അസംതൃപ്തരാകുന്നത് അല്ലെ. നമ്മളുടെ സംതൃപ്തിയുള്ള കുടുംബജീവിതം അല്ലാതെ അസംതൃപ്തി. അപ്പൊ എന്തുണ്ടാവും, നമ്മളുടെ സന്തോഷവും കുറഞ്ഞു പോകും. അങ്ങനെ നമ്മൾ അസംതൃപ്തരാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം അല്ലെങ്കിൽ അതിന്റെ ഫലം എന്തായിത്തീരും, നമ്മൾക്ക് താമസിയാതെ കുടുംബജീവിതത്തിൽ ടെൻഷൻ കൂടുന്നു, സമ്മർദ്ദം, പ്രഷർ കൂടുന്നു, നമ്മൾ അസന്തുഷ്ടരാകുന്നു. വളരെ സന്തോഷത്തോടു കൂടെ കുടുംബജീവിതത്തിലേക്ക് കടന്ന നമ്മളുടെ മുഖമൊക്കെ മങ്ങി തുടങ്ങുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന പലരുടെയും മുഖം പിന്നീട് ചിരിയില്ലാതെ ആയി പോകുന്നു. മറ്റ് ഭർത്താവിനെയും ഇൻലോസിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ബന്ധങ്ങൾ തകരുന്നു അല്ലെ. ഇതൊക്കെ നമ്മുടെ അസംതൃപ്തി വരുമ്പോൾ ഉണ്ടാവുന്ന അതിന് കാരണങ്ങളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളാണ് വരുന്നത്. പക്ഷെ നമ്മൾ അസംതൃപ്തരായി തീരുകയാണ്. അപ്പോൾ നമ്മൾ ബന്ധങ്ങൾ തകരുന്നു. പിന്നെ എന്ത് സംഭവിക്കും, നമ്മൾ വിഷാദത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് നമ്മൾ ഒതുങ്ങിക്കൂടും. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധവും കുറഞ്ഞു പോകുന്നു. കുടുംബത്തിന്റെ ലക്ഷ്യം തന്നെ മാറിപ്പോകുന്നു. പിന്നെ വഴക്കായി ഭർത്താവുമായിട്ട് പിരിയുന്നു, വേർപിരിയുന്നു, ഡൈവേഴ്സ്, ആത്മഹത്യ, ഈ രീതിയിലേക്ക് നമ്മളുടെ കുടുംബങ്ങൾ നീങ്ങിപ്പോവുകയാണ്. പക്ഷേ ഡൈവേഴ്സ്, ആത്മഹത്യ എന്നതൊന്നും ഒരു പരിഹാരമേ അല്ല. വിശ്വാസികളായ നാം, സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായ നാം അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് പാടില്ല. നമ്മളെ കർത്താവ് നമ്മളെ ഒരുമിപ്പിച്ചപ്പോൾ നമുക്ക് അത് അവസാനത്തോളം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടുംബ ബന്ധമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.
ഇന്നത്തെ പല മക്കളും ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുള്ളത് തന്നെ, ചില കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന മക്കള് അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ മുതിർന്നവരോട് സംസാരിക്കും, എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ അവര് സഹിച്ചെന്ന പോലെ ഒന്നും ഞാൻ സഹിച്ചു നിൽക്കില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ടുകളയും, ഞാൻ ഡൈവേഴ്സ് ചെയ്യും എന്ന് പറയും. അത് അവര് വിവാഹത്തിന് മുമ്പ് തന്നെ അവർ കാണുന്ന സൊല്യൂഷനായി മാറിയിരിക്കുകയാണ് ഡൈവേഴ്സ്. പക്ഷെ ദൈവമക്കളായ നമുക്ക് അത് ഒരു ഓപ്ഷൻ അല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സംതൃപ്തിയോടുകൂടെ അല്ലെങ്കിൽ അലംഭാവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. നാം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ നിൽക്കുന്നതിനേക്കാളും നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ കാരണം ശ്രമിക്കും അല്ലെ. നമ്മള് ഭർത്താവിനെ ഭാര്യയാക്കാൻ ശ്രമിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമ്മളുടെ സ്വഭാവം നമുക്കറിയുള്ളൂ. നമ്മൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് ആണുങ്ങളുടെ സ്വഭാവം കാണിക്കുമ്പോൾ നമുക്ക് അവരെ നമ്മളെ പോലെ ആക്കാൻ നിൽക്കും. അതുപോലെ ബാക്കി നമ്മൾ ചെല്ലുന്ന കുടുംബത്തില് ആയാലും നമ്മളുടെ ശീലിച്ച കാര്യങ്ങൾ അത് അവിടെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കും. ആ രീതിയിൽ നമ്മൾ മാറ്റാൻ തക്കോണം. ആ മാറ്റണം എന്നുള്ള ഒരു, അല്ലാതെ നമ്മൾ മാറണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നില്ല, നമ്മൾ മാറ്റണം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മള് തക്ക തുണയായിരിക്കുക എന്ന ക്ലാസ്സില് ലില്ലി ആവർത്തിച്ച് പറഞ്ഞ ഒരു ഇത് നമുക്കറിയാം. മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാൻ ശ്രമിക്കുക, എന്നാൽ മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാൻ ശ്രമിക്കരുത്. അവിടെ നമുക്ക് സംതൃപ്തി വേണം. മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാൻ ശ്രമിക്കരുത്. അത് നമ്മൾ സംതൃപ്തിയോടുകൂടെ അതിനെ സ്വീകരിച്ച് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ കുടുംബജീവിതങ്ങളിലും പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാവും. ഓരോ കുടുംബങ്ങളിലും എനിക്കുള്ള പ്രശ്നമായിരിക്കണമെന്നില്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളിലും ഓരോരുത്തർക്കും വരുന്ന പ്രശ്നം വ്യത്യാസമായിരിക്കും. എന്നാൽ നമ്മള് ആ പ്രശ്നം വരുന്നതല്ല കാര്യം, ആ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിൽ നമ്മൾ എങ്ങനെ സംതൃപ്തി കാണണം. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ സംതൃപ്തി കാണണം എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. ഗാരി തോമസ് എന്നുള്ള വ്യക്തി സീക്രട്ട് മാരേജ്, കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഫേമസ് ബുക്കാണ് സീക്രട്ട് മാരേജ് എന്ന് പറഞ്ഞ ബുക്ക്. അതിന് എഴുതിയ ആളാണ് ഗാരി തോമസ്. അദ്ദേഹം പറഞ്ഞത്, God designed marriage to make us holy more than to make us happy. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കണം, നല്ല സന്തോഷമായിരിക്കും കുടുംബജീവിതം. പക്ഷെ സന്തോഷം വേണം, പക്ഷെ അതിനേക്കാൾ ഉപരി സന്തോഷമുള്ള കുടുംബജീവിതത്തിനേക്കാൾ നാം കൂടുതൽ സന്തോഷവാന്മാരായി തീരണം എന്നുള്ളതിനേക്കാളും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന വിവാഹം കൊണ്ട് ടു മേക്ക് അസ് ഹോളി, നമ്മളെ പരിശുദ്ധരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഈ ഗാരി തോമസിന്റെ ബ്രദർ വിവാഹത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, കർത്താവിനെ സേവിക്കാൻ സമയം വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. നമ്മൾ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് സമയം വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ബോധർ ചെയ്യില്ല, നമുക്ക് കർത്താവിനെ സേവിക്കാം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ. പക്ഷെ കർത്താവിനെ പോലെ ആകണം എന്നാണെങ്കിൽ വിവാഹം കഴിക്കുക എന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവിനെ നമുക്ക് സേവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം, പക്ഷെ കർത്താവിനെ പോലെ ആകണം. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? മെയിനായിട്ട് കർത്താവിനെ സേവിക്കണം, പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് കർത്താവിനെ സേവിച്ച് കർത്താവിനെ പോലെ ആകണം. ഇപ്പൊ കർത്താവിനെ പോലെ ആകണം എന്നുള്ളതിന് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്താ കാരണം എന്നുണ്ടെങ്കിൽ, നാം ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത നമ്മുടെ പല ക്യാരക്ടർ ഇഷ്യൂസും നാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് നാം വിവാഹം കഴിക്കുമ്പോഴാണ്. നാം വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്ന് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യാത്ത പല നമ്മളുടെ ക്യാരക്ടർ ഇഷ്യൂസും നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇവിടെയാണ് നാം സംതൃപ്തി ആയിരിക്കേണ്ടതിന്റെ ആവശ്യം. നമ്മളെ കുറിച്ച് വളരെ ഒരു നല്ല സ്ത്രീ, ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യും, ഞാൻ കുടുംബജീവിതത്തിൽ അങ്ങനെ നയിക്കുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ രീതിയിലല്ല നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് സംതൃപ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു. അപ്പൊ സംതൃപ്തിയുള്ള കുടുംബജീവിതത്തിന് അല്ലെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിന്റെ ചില നിർദ്ദേശങ്ങൾ പറയാം. അപ്പൊ സംതൃപ്തിയുള്ള കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും വേണം.
എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? സംതൃപ്തിയുള്ള കുടുംബജീവിതം വേണം. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ, സന്തുഷ്ടരാകണമെങ്കിൽ നമുക്ക് സംതൃപ്തിയുള്ള കുടുംബജീവിതം വേണം. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വന്നാലും അതിന് നമ്മൾ ഉള്ള അവസ്ഥയിൽ അതിനെ സ്വീകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സംതൃപ്തരായി ഇരിക്കാം. ശൂനങ്കാരത്തിയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ കണ്ടു? പൗലോസ് പറഞ്ഞത് അത് പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംതൃപ്തി നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബജീവിതത്തിൽ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞ പോലെ പൗലോസ് അങ്ങനെ ശീലിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ പൗലോസ് പറഞ്ഞത് എന്താ? പൗലോസ് പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അത് സകലത്തിനും സാധ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ആ സംതൃപ്തി, ഇപ്പൊ വളരെ കഠിനമായ നമ്മളൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവ് നമ്മളെ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല പെരുമാറുന്നത്, നമ്മളുടെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സംതൃപ്തിയോടുകൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകാനാകുന്നു എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് കടന്നുപോയ പ്രതിസന്ധികൾ നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല അല്ലെ? പൗലോസ് കഷ്ടങ്ങൾ അനുഭവിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പൗലോസിനെ ശക്തനാക്കിയത് കർത്താവാണ്. അപ്പൊ അതേ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. അപ്പൊ എന്നിട്ട് പറയുന്നത് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയണേ അല്ലെ? അപ്പൊ നമുക്ക് എല്ലാ അവസ്ഥയിലും സംതൃപ്തിയോടുകൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവകൃപ വേണം. അതിന് നമ്മൾ ബലഹീനരാണ് എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കണം. നമ്മളുടെ ആ ബലഹീനതയിൽ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അല്ലെ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ്. അപ്പൊ ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ സംതൃപ്തിയുള്ള കുടുംബജീവിതം വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറയേണ്ടത്, ഒരു കുടുംബം സംതൃപ്തിയായി ഇരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പക്ഷെ കുടുംബ പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു കുടുംബം സന്തുഷ്ടമായിരിക്കണമെങ്കിൽ, സംതൃപ്തിയായിരിക്കണമെങ്കിൽ നമ്മളുടെ കുടുംബ പ്രാർത്ഥന ഏറ്റവും ഇഫക്റ്റീവായിട്ട് തീരണം. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടല്ലേ, എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ അല്ലെ? ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മളെ വ്യക്തികളായിട്ട് ചിലപ്പോൾ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഭർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടാവും, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, മക്കൾ പ്രാർത്ഥിക്കും. പക്ഷെ അവരെല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോഴാണ്, ആ ഒരു കുടുംബ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബം ഒന്നിച്ച് നിൽക്കുന്നത്. ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ആ ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് സന്തോഷവും ഉണ്ടാകുന്നത്. ഒരുമിച്ച് നിൽക്കാതെ കൂടുമ്പോൾ ഇമ്പമായിട്ടുള്ളതാണ് കുടുംബം അല്ലെ? അപ്പൊ ഒരുമിച്ച് കൂടാതെ, ഒരുമിച്ച് നിൽക്കാതെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നമ്മളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. പക്ഷെ അതിന് നമ്മളുടെ സഹോദരിമാർ എന്ത് ചെയ്യണം? സഹോദരന്മാരാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം എടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സഹോദരിമാർ ഭയങ്കര തിരക്കാണ്. മിക്കയിടത്തും സഹോദരിമാർ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് മക്കളെ വിടുന്ന തിരക്കാണ്. വൈകുന്നേരം വന്നാൽ മക്കൾക്ക് ഹോംവർക്കും മക്കളെ പഠിപ്പിക്കുന്ന തിരക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ പല പ്രോഗ്രാംസ് ആയിട്ടുള്ള തിരക്കാണ്. അപ്പോ സഹോദരന്മാർ പ്രാർത്ഥിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കാം എന്ന് വിചാരിച്ചാൽ തന്നെ പലപ്പോഴും നമ്മൾ സഹോദരിമാര് അതിന് അവൈലബിൾ അല്ല. പിന്നെ സഹോദരന്മാർ ഉത്സാഹം കാണിക്കാത്ത സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റിയെടുക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പൊ സഹോദരിമാർ, നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ആ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൊണ്ടുപോകാൻ തക്കവണ്ണം നമ്മൾ സഹോദരിമാര് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സംതൃപ്തിയുള്ള സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത് വിശ്വാസം അല്ലെ? നമ്മൾ സംതൃപ്തി വരുന്നതിന്റെ പ്രധാന കാര്യം പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ സംതൃപ്തരായിരിക്കണം എന്നതാണ്. അപ്പോൾ വിശ്വാസം, പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ
ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള വിശ്വാസത്തിൽ നമ്മൾ വളരണം അല്ലെ. ആ വളർന്നാലേ നമുക്ക്, ആ വിശ്വാസത്തിൽ നമ്മൾ വളർന്നാലേ നമുക്ക് സംതൃപ്തരായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. മത്തായി 6:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അതിന്റെ തുടക്കം എങ്ങനെയാ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ എന്നാ പറയുന്നത്. അപ്പൊ നമ്മളുടെ പിതാവ്, സ്വർഗത്തിലിരിക്കുന്ന പിതാവ് അല്ലെ, സ്വർഗത്തിലിരിക്കുന്ന പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണുന്ന, എല്ലാം നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള, സർവശക്തനായ, സർവാധികാരിയായിട്ടുള്ള നമ്മളുടെ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന്, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നമുക്ക് ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നതിനേക്കാൾ മുമ്പ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മളുടെ പിതാവ്, ആ ഒരു മക്കൾ പിതാവ് എന്നുള്ള ബന്ധം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ചോദിക്കാം. ആ പിതാവ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നവനാണ്. അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ ലേഖനത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? സുവിശേഷത്തിൽ പറയുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട് പറയുന്ന മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മള് ആ ഒരു വിശ്വാസം, ഞാൻ എന്റെ പിതാവ്, സ്വർഗത്തിലിരിക്കുന്ന എന്റെ പിതാവ് ഇതെല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നിറവേറ്റി തരും, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നാൽ എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ. നമ്മൾ ശൂനേങ്കാത്തിയുടെ കഥയിലും അതല്ലേ കണ്ടത്? ശൂനേങ്കാത്തിയുടെ ആവശ്യം എന്ത് എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു അല്ലെ. ശൂനേങ്കാത്തി പറഞ്ഞോ? ഇല്ല. പക്ഷെ ശൂനേങ്കാത്തി എന്ത് ചെയ്തു? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു. ആ ദൈവപുരുഷനെ സൽക്കരിക്കുകയും ദൈവപുരുഷന് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ദൈവിക വേലയിൽ ആ രീതിയിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്തപ്പോൾ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ശൂനേങ്കാത്തിക്ക് അനുഗ്രഹം കിട്ടി. അതുപോലെ നമുക്ക് ഫിലിപ്പിയർ 4:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും കാണാം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ ദൈവത്തിലുള്ള ആ വിശ്വാസം, ആ ദൈവത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തിയായിട്ടിരിക്കാം. നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ആ വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വളരുവാൻ തക്കവണ്ണം വചനം ധാരാളമായി പഠിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക്കണം, നമ്മളുടെ ജീവിതത്തിൽ ശീലമാക്കണം. എന്നാലേ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സ്നേഹത്തിൽ വളരണം. നമ്മൾ റോമർ 8:28 നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒക്കെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അല്ലെ. നമ്മളെപ്പോഴും പറയും നമുക്ക് എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കും, എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. നമ്മളെല്ലാവരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് അത് നമ്മൾ ശോധന ചെയ്യണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ നമ്മളെ തന്നെ സ്നേഹിച്ച് ലോകത്തെ സ്നേഹിച്ച് നമ്മൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിശ്വാസിയാണ് എന്നുള്ളത് മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പല വിശ്വാസികളും സമ്പത്ത് സമ്പാദിക്കാനായിട്ട് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി കിട്ടിയ ജോലി തെരഞ്ഞെടുക്കുകയും അതുപോലെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും കോഴ്സിന് തെരഞ്ഞെടുക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി വിടുന്നു. അപ്പൊ അത് ദൈവസ്നേഹത്താലാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് നന്മയ്ക്കായിട്ട് വ്യാപരി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ ജോലിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് തരുന്ന ദൈവം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം നന്മയ്ക്കാവുക. അതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തിൽ കൂടുതൽ വളരാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കാൻ തക്കവണ്ണം, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദൈവസ്നേഹം മാത്രം പോരാ, മനുഷ്യരെ തമ്മിലുള്ള സ്നേഹത്തിലും നമ്മൾ വളരണം. എന്നാലേ നമുക്ക് സംതൃപ്തിയുമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. 1 കൊറിന്ത്യർ 13 പറഞ്ഞ പോലെ തമ്മിലുള്ള സ്നേഹം, നമ്മൾ സഹിക്കുക, പൊറുക്കുക, കരുതുക, അന്യായം സഹിക്കുക, ഇതിനെല്ലാം നമ്മൾ തയ്യാറാവണം. എന്നാലേ നമുക്ക് സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ, ഇപ്പൊ നമ്മളും ഇൻലോസും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മളും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ള ബന്ധം, അതിലൊക്കെ വിള്ളൽ വന്നു, പ്രശ്നങ്ങൾ വന്നു. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൽ നമുക്ക് ആ സ്നേഹത്തിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സഹിക്കേണ്ടി വരും.
പൊറുക്കേണ്ടി വരും, നമ്മൾ വിട്ടുകളയേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ആ സ്നേഹത്തിൽ നമുക്ക് പരസ്പരം വളർന്നാലേ നമുക്ക് സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ സ്നേഹമില്ലാതെ നമ്മളുടെ ഉള്ളിൽ വെറുപ്പും വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൂട്ടിലിട്ട പോലെ നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പിന്നെ അടുത്ത 4ാമത്തെ പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റുക. നമ്മള് പോസിറ്റീവ് ആയിരിക്കും, ബി പോസിറ്റീവ്. നമുക്ക് എപ്പോഴും ചിലർക്കുണ്ട് എന്തിനോടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്. അങ്ങനെ പാടില്ല. നമ്മൾ എന്തിനും ഒരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കണം. നമുക്കുള്ളതിനെയും എല്ലാം പുതിയ കണ്ണുകൾ, നമുക്കുള്ളതിനൊക്കെ നമ്മൾ പുതിയ കണ്ണുകളോടെ കാണുക, ഗുണങ്ങൾ കണ്ടെത്തുക. എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ചെയ്തത് നമുക്ക് എന്തെങ്കിലും തോന്നി, അവൾ അതുകൊണ്ടാണ് എന്നോട് ചെയ്തത്, അങ്ങനെയാണ് പറഞ്ഞത്, ഭർത്താവ് ഇന്ന് കുറച്ചു നേരം മിണ്ടിയില്ല, അപ്പൊ അതുകൊണ്ടാണ് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്. അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണാതെ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. കുടുംബത്തിൽ ബന്ധങ്ങൾ വളർത്താനും ഭർത്താവുമായിട്ടായാലും മക്കളായിട്ടായാലും ഇൻലോസ് ആയിട്ടായാലും ഒക്കെ ബന്ധങ്ങൾ വളർത്താൻ തക്കവണ്ണം നമ്മൾ ഈ പെർസ്പെക്റ്റീവ് മാറ്റി ബി പോസിറ്റീവ്, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തരായിട്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും ഒരു നെഗറ്റീവ് ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്നെങ്കിൽ നമുക്ക് ഒരിക്കലും സംതൃപ്തിയായിട്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു സംശയമായിരിക്കും, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവരെന്താ അങ്ങനെ ചെയ്തത്, അതിനെ നോക്കിയതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തിയായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മളോട് എന്തോ ഇഷ്ടക്കേടാണ്, എന്താണ്, പിന്നെ ഉള്ളിലത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ പെർസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ബി പോസിറ്റീവ്, എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ച് നമ്മൾ എല്ലാവരോടും ഉണ്ടായിരിക്കുക. അത് നമ്മൾക്ക് സംതൃപ്തിയായിട്ടിരിക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കും. പിന്നെ ഉള്ളത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നന്ദിയുള്ളവരായിരിക്കുക, അല്ലെ? പരാതി പറയാതെ ഇരിക്കുക, നമുക്കുള്ളതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. എനിക്കിതില്ല, എന്നോട് അവരങ്ങനെ ചെയ്തില്ല, അങ്ങനെ പരാതി പറയുന്നവരാകാതെ എപ്പോഴും ഒരു നന്ദിയുള്ള മനസ്സ്. എന്നാലും എനിക്ക് ഇതിന് അർഹതയില്ല, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്ക് ഇന്നത് തന്നല്ലോ, എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മൾ വിവാഹം കഴിച്ചു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല കിട്ടിയത്. പക്ഷെ അതിന്റെ 10-1 നമുക്ക് കിട്ടിക്കാണുള്ളൂ സ്നേഹം. പക്ഷെ എന്നാലും ഇത്രയും സ്നേഹമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉള്ളതിനെ പ്രശംസിച്ച് നന്ദി പറഞ്ഞ് ഉള്ളതിനോട് ഗ്രാറ്റിറ്റ്യൂഡായി ഇരിക്കാൻ തക്കോണം നമ്മൾ ശ്രമിക്കുക. എന്നാലേ നമുക്ക് സംതൃപ്തരായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് നമ്മളുടെ ആഗ്രഹങ്ങൾ. നമ്മൾ പലതും നമ്മളുടെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ പലതും ആഗ്രഹിക്കും. അത് ലോജിക്കലാണോ, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ, ഡിമാൻഡ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലോജിക്കലാണോ, അതിന് ആവശ്യമുള്ളതാണോ, നിർബന്ധമുള്ളതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ലോജിക്കൽ അല്ലെങ്കിൽ അത് വിട്ടുകളയുക ആഗ്രഹങ്ങൾ. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ പല ആഗ്രഹങ്ങളും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളോട് കൂടെ എത്രയും സമയം ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ വാങ്ങിത്തരണം. അപ്പൊ അത് ചിലപ്പം നമുക്ക് അത്യാവശ്യമുള്ളതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും വാങ്ങിത്തരാതെ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അത് അത്യാവശ്യമുള്ളതാണോ അല്ലെങ്കിൽ അത് നിർബന്ധമുള്ളതാണോ എന്നുള്ളത് ചിന്തിക്കുക. സാധനങ്ങൾ മാത്രമല്ല, ഇപ്പൊ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു, അപ്പൊ ഭർത്താവ് കൊണ്ടുപോയില്ല, അപ്പൊ ചിലപ്പോൾ അത് അത്യാവശ്യമുള്ളതായിരിക്കില്ല. അപ്പോഴേക്കും അത് കാണുമ്പോഴേക്കും നമ്മളുടെ തൃപ്തിയെല്ലാം പോയി, സംതൃപ്തി പോയി, നമുക്ക് ആ രീതിയിലായിപ്പോവും. പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചത് ശരിയായോ, അതിന്റെ അത്യാവശ്യം ഇല്ലല്ലോ, സാറിൽ എന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉള്ളതിനെ കാണാൻ തക്കവണ്ണം ശ്രമിക്കുക. അത് നമ്മളെ കൂടുതൽ സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. പിന്നെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ പല കുടുംബങ്ങളിലെയും പ്രശ്നം സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ്, അല്ലെ? പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സമ്പത്തിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. ചിലർ വിചാരിക്കും നല്ല പൈസയുള്ളവർക്കാണെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതും വളരെ വിഡ്ഢിത്തരാണ്. പൈസയുള്ള കുടുംബങ്ങളിലാണ് അതിനുവേണ്ടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സമ്പത്തിലല്ല തൃപ്തി ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു മിതത്വം ശീലിക്കുന്നത് നല്ലതായിരിക്കും.
നമ്മൾ പൗലോസ് പറഞ്ഞ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാണ്. അപ്പൊ സംതൃപ്തിയായുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ നമ്മൾ ഒരു മിതത്വം ശീലിച്ച് നമ്മൾ ആ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ പറ്റും. 1 തിമോത്തി 6:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അല്ലെ, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാന്നാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങളിൽ പലരും ധനികന്മാരാവാൻ ആഗ്രഹിച്ചിട്ട് അവര് പല പാപങ്ങളിലും കെണിയിലും ഒക്കെ പെട്ടുപോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ ധനികന്മാരാവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്തിനാ ഇത്രയും സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത്? നമുക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. നമുക്ക് സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിക്കാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ സമ്പത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ കുടുംബ ബന്ധങ്ങൾ അത് ശിഥിലമാക്കാൻ പാടില്ല. അതിൽ തൃപ്തിയുള്ളവരായിരിക്കണം. ഇപ്പൊ ഈവൻ സ്വത്ത് പാർട്ടീഷന്റെ സമയം അല്ലെ, പല കുടുംബങ്ങളിലെയും സംതൃപ്തി പോകുന്നതിന്റെ കാരണം പാർട്ടീഷന്റെ സമയത്താണ്. മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, ഭാര്യയും പേരൻസും മക്കളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതെല്ലാം സ്വത്തിന്റെ പേരും പറഞ്ഞിട്ടാ അല്ലെ. പക്ഷെ നമുക്ക് അബ്രഹാം സാറയുടെ കാര്യം അറിയാം അല്ലെ. അബ്രഹാമും ലോത്തും കൂടെ പോയപ്പോ ലോത്തിനോട് പറഞ്ഞു ഏത് ഭാഗം വേണ്ടെന്ന് ചോദിച്ചു. ലോത്ത് ഏറ്റവും നീരൊഴുക്കുള്ള സ്ഥലം തെരഞ്ഞെടുത്തു. സാറ അത് കഴിഞ്ഞിട്ട് എന്തായാലും സാറ അറിഞ്ഞാണല്ലോ. സാറ ഒരു പരാതിയും പറഞ്ഞില്ല, സാറ അത് സ്വീകരിച്ചു. അപ്പൊ നമ്മള് പല കുടുംബങ്ങളിലും എനിക്ക് തോന്നുന്ന സഹോദരിമാരാണ് ആ മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വരുന്നത്. അപ്പൊ സഹോദരിമാർ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സമ്പത്തിന്റെ പേരിൽ നമ്മൾ ബന്ധങ്ങൾ നഷ്ടപ്പെടും. നമ്മുടെ തൃപ്തി, നമ്മളുടെ ആ സംതൃപ്തി നഷ്ടപ്പെടുത്തി കളയരുത്. സമ്പത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഉണ്മാനം കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ മേഖലയിൽ നമ്മൾ മിതത്വം ശീലിച്ചാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. സംതൃപ്തിയുള്ളവരായിരിക്കാൻ തക്കോണം എളുപ്പമായിരിക്കും. പിന്നെ അടുത്ത ഒരു പോയിന്റ് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾക്ക് സംതൃപ്തി അല്ലാതെ ആയിരിക്കുന്നത് നമ്മുടെ പിയർ പ്രഷറാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാം എല്ലാ കാര്യത്തിലും. ഇപ്പം ഭർത്താവിനോടുള്ളതിലും മക്കളോടുള്ളതിലും പിന്നെ സൗകര്യങ്ങളോടുള്ള കാര്യത്തിലും വീട്. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ വിചാരിക്കും, ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പല വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, വീടും സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും അവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആർത്തിയോ അങ്ങനെ ആഗ്രഹം അടുത്തത് ഇന്നത് വാങ്ങണം അങ്ങനെ ഒന്നുമില്ല. അവിടെ ആ വില്ലേജിലുള്ളവർ അവരുള്ളത് കൊണ്ട് അവർ ജീവിക്കുന്നു, അവർ സന്തോഷമായി കഴിയുന്നു, അവരത് അതിന് തൃപ്തിയാണ്. നമ്മുടെ ഇവിടെയോ നമുക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ ആള് ഇന്ന വണ്ടി വാങ്ങി, അപ്പൊ നമുക്ക് താമസിയാതെ അതിന് കുറച്ചും കൂടെ സൗകര്യമുണ്ട്, അപ്പൊ നമുക്ക് അത് വാങ്ങണം. അപ്പൊ അത് കിട്ടാതെ ആകുമ്പോൾ നമുക്കൊരു സംതൃപ്തി കുറവ്. മറ്റേ ആളുടെ വീട്ടിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട്, അപ്പൊ ആ രീതിയിൽ സൗകര്യം കിട്ടണം, അപ്പൊ അതിന് നമുക്കൊരു പ്രഷർ വരുന്നു. ആ രീതിയിൽ നമുക്ക് പിയർ പ്രഷറാണ്. നമുക്ക് മറ്റുള്ളവരുടെ ഇത്. അപ്പൊ ഞാൻ വിചാരിക്കും, നമ്മളിപ്പോ അവിടെ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ തന്നെ അവിടെ നമുക്ക് ഈ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ പിയർ പ്രഷറാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ നമുക്ക് വേണ്ടതുണ്ടോ, നമുക്ക് സൗകര്യത്തിന് എന്താ വേണ്ടത് എന്നുള്ളത് നോക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തരായി ജീവിക്കാം. അത് സാധനങ്ങളുടെയും സൗകര്യത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഇൻലോസും. ഇപ്പൊ ഭർത്താക്കന്മാര് പലപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അവരുടെ ഭർത്താവ് എന്തെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുപോകും, എന്തൊരു നല്ല ഭർത്താവാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, കമ്പയർ ചെയ്യും. പക്ഷെ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് കിട്ടിയ ഭർത്താവ്, നമ്മളുടെ ഭർത്താവിന്റെ ഗുണങ്ങൾ അത് കണ്ട് നമ്മൾ തൃപ്തി അടയാൻ ശ്രമിക്കും. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ നമ്മൾ ഒരിക്കലും പാടില്ല. നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സംതൃപ്തി നമ്മൾ നഷ്ടപ്പെട്ടു പോകുക. പലപ്പോഴും നമ്മൾ നമ്മളെക്കാളും താഴെയുള്ളവരായിട്ട് കമ്പയർ ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നും ചിലപ്പോൾ. പക്ഷെ നമ്മൾ നമ്മളുടെ മുകളിലുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. ഇപ്പൊ മക്കളുടെ കാര്യത്തിലായാലും, ഇപ്പൊ പഠിക്കണ കാര്യത്തിലും മക്കളുടെ സൗകര്യങ്ങളുടെ കാര്യത്തിലും എല്ലാം ആ പിയർ പ്രഷർ നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളുടെ സംതൃപ്തി കെടുത്തിക്കളയുന്നതാണ്. അപ്പൊ അത് നമ്മൾ നോക്കാതെ, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതെ നമ്മളെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളുണ്ടോ, നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും ഇപ്പൊ ചിലർ വിചാരിക്കും
ഇപ്പൊ പലപ്പോഴും ഞാൻ പലരും വിചാരിച്ചിട്ടുണ്ട് ഈ അതിഥി സൽക്കാരം പറയുമ്പോ മറ്റുള്ളവരെ സൽക്കരിക്കാൻ തക്കവണ്ണം. അപ്പൊ എന്റെ വീട്ടിൽ അത്ര സൗകര്യമില്ല, എന്റെ വീട് അങ്ങനെ ഒരു ചെറിയ വീടാണ്, അപ്പൊ അല്ലെങ്കിൽ ഓടിട്ട വീടാണ്, അവിടെ അത്ര സൗകര്യമില്ല, അവരെയൊന്നും സൽക്കരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു എക്സ്ക്യൂസ്. അപ്പൊ മറ്റവരുടെ വീട്ടിലേക്കാണെങ്കിൽ അവർക്ക് നന്നായി സൽക്കരിക്കും. പക്ഷെ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് നമുക്ക് അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. സാറ ദൈവദൂതന്മാരെ സൽക്കരിച്ചത് എവിടെയാ? സാറയും മരത്തിന്റെ ചോട്ടിലായിരുന്നു അല്ലെ. അപ്പൊ അതൊന്നും സാറ എത്ര ധനിക കുടുംബത്തിൽ നിന്ന് വന്ന് ആ രീതിയിൽ അബ്രാമിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഒരു തടസ്സമല്ല. നമ്മളെ പിയർ പ്രഷർ നമ്മളെ ഭരിക്കാൻ തക്കവണ്ണം ഇടവരരുത്. പിന്നെ സംതൃപ്തമായ കുടുംബജീവിതത്തില് സെക്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അത് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ ലൈംഗികത, സെക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ശാരീരിക ആവശ്യം മാത്രമല്ല, വൈകാരിക ആവശ്യം കൂടിയാണ്. ഇണയൊത്തുള്ള നല്ല ബന്ധത്തിൽ ആയിരിക്കുക എന്നത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു ഭാഗമാണ്. പലപ്പോഴും പലർക്കും ഇതൊരു ഭൗതിക കാര്യം മാത്രമാണ്. ഇതും ആത്മീയതയായിട്ട് എന്ത് ബന്ധം എന്നാണ് പലരും, ഇത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്ത മാത്രം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായാലും അതൊരു ഭൗതിക ഒരു ആസ്വാദനം എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ആത്മീയ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ലൈംഗികതയുള്ളവനായിട്ടാണ് അല്ലെ. ലൈംഗിക ബന്ധത്തിനുള്ള കഴിവും ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ദൈവം ആ രീതിയിൽ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശവും വിവാഹ ബന്ധത്തിൽ അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവം ആ ഒരു ഉദ്ദേശത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അത് ആസ്വദിക്കുകയും ആ ഇതിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതും അതിൽ വിശ്വസ്തരായിരിക്കുക എന്നതും ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയാണ്. നമ്മൾ സഹോദരിമാർ ആ മേഖലയിൽ ഒട്ടും പിന്മാറാൻ പാടില്ല. ആ രീതിയിൽ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിന് അതിന്റെ പ്രാധാന്യമുണ്ട്. ഒരു സംതൃപ്തിയുള്ള കുടുംബജീവിതത്തിന് അതിന്റെ പ്രാധാന്യം വലുതായിട്ടുണ്ട്. അത് സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ആ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ അത് സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ കുടുംബജീവിതത്തിന്റെയും ഓരോ ദിവസവും എന്നത് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയും. പക്ഷെ എന്നാൽ രാത്രി മുതൽ പകൽ എന്നാണ് മാറുക. രാത്രി എങ്ങനെയുണ്ടായിരുന്നോ അതിനനുസരിച്ചിരിക്കും ആ ദിവസം എന്നുള്ളതാണ്. അപ്പൊ അതായത് അത്രയും പ്രാധാന്യം കുടുംബജീവിതത്തിൽ അതിനുണ്ടെങ്കിൽ അത് ആ സന്തുഷ്ടിയുള്ള കുടുംബജീവിതത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, അത് മുഖാന്തരം തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ സമാധാനം നൽകുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, തമ്മിലുള്ള കൃതജ്ഞതയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ആ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് തമ്മിൽ ഒരു കൃതജ്ഞതയും ഒരു നന്ദിയും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ സംതൃപ്തി കണ്ടെത്താതിരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ കാണുന്ന പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇതിൽ സംതൃപ്തി കണ്ടെത്താതിരിക്കുമ്പോഴാണ് മറ്റു ബന്ധങ്ങളിലേക്ക് ഓരോരുത്തരും പോകുന്നത്. നമ്മളുടെ ഭർത്താവ് അങ്ങനെ തെറ്റിപ്പോകാൻ നാം ഒരിക്കലും ഉത്തരവാദിയാകരുത്. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഭയവും ആ ഒരു തീരുമാനവും ഉണ്ടായിരിക്കണം. ഞാൻ മുഖാന്തരം എൻ്റെ ഭർത്താവ് ഈ ഒരു മേഖലയിൽ തെറ്റി വേറെ ഒരു ബന്ധത്തിലേക്ക് പോകാൻ തക്കവണ്ണം ഇടവരാൻ ഞാൻ കാരണമാകില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മളുടെ മനസ്സിലുണ്ടാകണം. പലപ്പോഴും പല കുടുംബങ്ങളിലെയും ഈ വിവാഹേതര ബന്ധത്തിന് കാരണം അവർക്ക് വേണ്ട ആസ്വാദനം കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ രീതിയിൽ നമുക്ക് അത് ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. നാം ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഗൗരവത്തിൽ തന്നെ എടുത്ത് നമ്മൾ അതിനെ കാണേണ്ടതാണ്. നാമും നമ്മുടെ ജീവിതത്തിൽ അത് അവരെ സംതൃപ്തരാക്കുക എന്നുള്ളത് മാത്രമല്ല, നാമും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തരായിരിക്കണം. അപ്പൊ അതിനുള്ള വഴികളും നാം കാണണം. നമ്മൾ ഇനി അങ്ങനെയല്ല പറ്റാത്ത കാര്യങ്ങളിലാണെങ്കിലും തെറ്റായിട്ടുള്ള മേഖലകളിൽ പോകുക എന്നുള്ളതല്ല, ശരിയായിട്ടുള്ള നോർമൽ കേസുകളിൽ നമ്മൾ എന്തെങ്കിലും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ, ബലഹീനതകളോ അങ്ങനെ വേറെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ
തൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ആ സംതൃപ്തി അടയാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. അപ്പോ 9 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവസാനമായിട്ട് 10ാമത്തെ ഫിലിപ്പിയർ 3:14 വാക്യം നമുക്കറിയാം. പൗലോസ് എഴുതിയിരിക്കുന്നത് പൗലോസിന്റെ ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാം. പൗലോസ് പറയുന്നത് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. അപ്പോ പൗലോസ് പിമ്പിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന്റെ പിമ്പിലുള്ളത് നമുക്കറിയാല്ലേ. അത്രയും കഷ്ടങ്ങളും ഇതെല്ലാം ബുദ്ധിമുട്ടുകളും ഇതെല്ലാം പൗലോസിന്റെ കടന്നുപോയ ജീവിതം ഓർത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ പൗലോസ് നമുക്ക് അതെല്ലാം എണ്ണി നമുക്ക് അത് ഇങ്ങനെ ഞാൻ ഇത്രയും കഷ്ടം സഹിച്ചു ഇതിങ്ങനെ പറഞ്ഞ് ഇരിക്കാൻ തക്കവണ്ണം ഇരിക്കുകയാണെങ്കിൽ പൗലോസിന്റെ ഓട്ടം തേക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? പൗലോസിന് ആ സംതൃപ്തിയായിരുന്നു. പൗലോസ് പറഞ്ഞു പിമ്പിലുള്ളത് മുഴുവൻ ഞാൻ മറന്നു, അല്ലെ? അതൊന്നും എനിക്കൊരു വിഷയമല്ല. അപ്പൊ പിമ്പിലുള്ളത് മുഴുവൻ ഞാൻ മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ഞാൻ ഓടുകയാണ്. അപ്പൊ നമുക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. നമുക്ക് സംതൃപ്തിയോടുകൂടെ മുമ്പിലേക്ക് ആഞ്ഞ് ഓടാം, ആഞ്ഞ് ജീവിക്കാം. നമ്മള് നമ്മൾക്ക് പല കുറവുകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാക്കി പല ബുദ്ധിമുട്ടും രോഗങ്ങൾ ഇതെല്ലാം വരാം. പക്ഷെ അതൊന്നും ഇപ്പൊ ശൂനങ്കാത്തിയുടെ കാര്യം പറഞ്ഞ പോലെ യൂത്തിന് അതെല്ലാം വിട്ടുകളഞ്ഞ് നമ്മൾ കർത്താവിനായിട്ട് വിട്ട് അത് കർത്താവിൽ സമർപ്പിച്ച് നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോകാതെ നമ്മൾ സംതൃപ്തിയോടുകൂടെ നമുക്ക് മുന്നിലേക്ക് ഓടാം, നമുക്ക് ആഞ്ഞു ജീവിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതത്തിന് നമ്മളെ സഹായിക്കാൻ തക്കവണ്ണം ഞാൻ നോട്ട് ചെയ്തത്. അങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് നോട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ മേഖലകളിൽ വളരുന്ന മുഖാന്തരം നമുക്ക് നമ്മളുടെ സംതൃപ്തി വർദ്ധിക്കാം, നമ്മുടെ കുടുംബം സന്തുഷ്ടമാക്കാം. നമ്മുടെ ദൈവം നമുക്കൊരു ജീവിതം തന്നിട്ടുണ്ട്, അല്ലെ? നമുക്കൊരു കുടുംബ ജീവിതവും തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് തന്നെ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ, അല്ലെ? അതിനായിട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും പിറുപിറുക്കാതെ പരാതി പറയാതെ അത് മതി, ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കും എന്ന ബോധ്യത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് സംതൃപ്തിയായിട്ട് ജീവിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സെറിനിറ്റി പ്രയർ, ശാന്തതാ പ്രാർത്ഥന എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു ക്രിസ്തീയ പ്രാർത്ഥനയാണ്. റെയിൻഹോൾഡ് നീബൂർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം ആ പ്രാർത്ഥന എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ സ്വീകരിക്കാനും മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനും ഒപ്പം വ്യത്യാസം അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ ഉദ്ധരിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സ്വീകരിക്കാനുള്ള സെറിനിറ്റി അല്ലെങ്കിൽ കഴിവ്, മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റുവാനുള്ള ധൈര്യം, ഒപ്പം വ്യത്യാസം അറിയാനുള്ള ജ്ഞാനവും എനിക്ക് തരണമേ എന്നുള്ളതാണ്. അതൊരു ഫേമസ് പ്രാർത്ഥനയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: കഴിവിന് വേണ്ടിയും, ധൈര്യത്തിന് വേണ്ടിയും, ജ്ഞാനത്തിന് വേണ്ടിയും. ഇത് 3 നമുക്ക് എന്തിനുള്ള കഴിവാണ്? നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ, പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് മാറ്റാൻ പറ്റാത്ത, നമ്മള് ലില്ലി പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനെ നമ്മൾ ഉൾക്കൊള്ളണം, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു സെറിനിറ്റി, കഴിവ് നമുക്ക് വേണം. അതുപോലെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് ധൈര്യം വേണം. ആ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാം. അത് മാറ്റണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മളത് മാറ്റണം. അതിനുള്ള ധൈര്യം നമുക്ക് കാണിക്കണം. അത് മാത്രമല്ല, നമ്മൾക്ക് അറിയണം ഏതാണ് മാറ്റാൻ കഴിയുന്നതും ഏതാണ് മാറ്റാൻ കഴിയാത്തതും എന്നുള്ളത് നമുക്കറിയണം. അതിനുള്ള ജ്ഞാനം നമുക്ക് വേണം. അപ്പൊ നമുക്ക് വേണ്ടത് കഴിവും ധൈര്യവും ജ്ഞാനവും എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം കുടുംബജീവിതത്തിന് നമുക്ക് സംതൃപ്തരായിരുന്ന് നമുക്ക് വരും കാലങ്ങളിൽ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മിരി ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
സംതൃപ്തിയുള്ള കുടുംബജീവിതം എങ്ങനെ കൈവരിക്കാം എന്നുള്ളതാണെന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ അതിനോടനുബന്ധിച്ച് കേട്ടു. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിച്ചു. അതുപോലെ തന്നെ സംതൃപ്തി നാം വളർത്തിയെടുക്കേണ്ടതാണെന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചു. അത് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യവും അത് നമ്മൾ ശീലിക്കണം. അതുപോലെ നമ്മുടെ മക്കളെയും അത് ശീലിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് കേൾക്കുവാനിടയായി. വാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ലാഭമാണ് എന്നുള്ളത് ശൂന്യംകാരിത്തിയുടെ കൂടി നമുക്കത് മനസ്സിലാക്കി തന്നു. ശൂന്യംകാരിത്തിയുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മക്കളില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവര് ശൂന്യംകാരിത്തിയുടെ ആ ജീവിതം സംതൃപ്തിയുള്ള ഒരു ജീവിതമായിരുന്നു. അത് ലാഭമായി തീർന്ന കാര്യം നമ്മൾ കേട്ടു. ശൂന്യംകാരിത്തിക്ക് കുഞ്ഞ് ഇല്ലായിരുന്നെങ്കിലും ഒരു കുഞ്ഞിനെ ലഭിക്കുകയും അതങ്ങനെ ആ സംതൃപ്തിയോടുകൂടി ശൂന്യംകാരിത്തി ആയിരുന്നതിന്റെ ഫലമായിട്ട് അത് ലാഭമായി തീർന്ന കാര്യം നമ്മളെ കേൾപ്പിച്ചു. അതുപോലെ നമ്മൾ രൂത്തിനെ കുറിച്ച് കേട്ടു. നമ്മള് ഏത് ബന്ധത്തിലും, നമ്മൾ കുടുംബ ബന്ധത്തിലും ഏത് നിലയിലായാലും അതാണല്ലോ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ വളരെ നമ്മളാ കവിതയിൽ നമ്മൾ കേട്ടതുപോലെ നമ്മൾ ആദ്യം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ സന്തോഷമാണ്, വളരെ സംതൃപ്തിയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും ഒക്കെയും വരും. അത് കുടുംബത്തോടുള്ള ബന്ധത്തില്, ഇൻലോസിനുള്ള ബന്ധത്തിലൊക്കെയും വരും. എന്നാൽ ആ സമയങ്ങളിലൊക്കെയും നാം സംതൃപ്തരായിട്ട് തന്നെ ജീവിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ തിരിച്ചറിയണം എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിച്ചു. പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോഴും അലംഭാവത്തോടുകൂടി ജീവിക്കാൻ കഴിയണം എന്ന് നമ്മളെ ഓർപ്പിച്ചു. നമ്മളെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ആണെങ്കിലും അത് നമ്മളെ മാറ്റാൻ ശ്രമിക്കണം. എന്നാൽ മാറ്റണ്ടാത്ത കാര്യങ്ങൾ അതിനെ നമ്മൾ ആ കാര്യം മാറ്റാതെ നമ്മൾ ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിച്ചു. അതുപോലെ തന്നെ സംതൃപ്തിയുള്ള കുടുംബജീവിതം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ഉള്ളതായ 10 പോയിന്റ്സ് നമ്മളെ ഓർപ്പിച്ചു. പ്രാർത്ഥിക്കണം. സംതൃപ്തി എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതിന് ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുപോലെ തന്നെ ദൈവകൃപ, എൻ്റെ കൃപ നിനക്ക് മതിയെന്നുള്ളതായ കർത്താവിൻ്റെ വാക്ക് അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം അവിടെ നമ്മളെ കേൾപ്പിച്ചു. അതുപോലെ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിച്ചു. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചു. അതുപോലെ സഹോദരിമാരെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് സഹോദരന്മാരാണ് നേതൃത്വം വഹിക്കുന്നത് എങ്കിലും സഹോദരിമാർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യത്തിലും നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിച്ചു. പിന്നീട് നമ്മൾ ഓർത്ത് സ്നേഹത്തിൽ വളരണം എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുകയുണ്ടായി. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു. അതുപോലെ നാം നമ്മുടെ ദൈവസ്നേഹത്തിൽ വേണം നാം തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചു.